കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേത്തിയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് 7 തവണ പച്ച നിറത്തിലുള്ള ലേസർ പതിഞ്ഞത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത്. കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിനെ കത്തയച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയോട് ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വലിയ ആശങ്കയിലാണ് ഇപ്പോഴുള്ളത്. അതായത് ഉത്തർപ്രദേശിലെ അമേഠിയിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ അടക്കം കേന്ദ്ര സർക്കാരിന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. വിശദമായ അന്വേഷണം നടത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ കോൺഗ്രസ് വളരെ വ്യക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. സംശയം തീർക്കാൻ പഴുതടച്ച അന്വേഷണമാണ് വേണ്ടതെന്നും 3 നേതാക്കൾ ഒപ്പുവെച്ച കത്തിൽ പറയുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേൽ, ജയറാം രമേശ്, രൺദീപ് സുർജേവാല എന്നിവരാണ് രാജ്നാഥ് സിംഗിന് കത്തയച്ചിരിക്കുന്നത്. രാഹുലിന്റെ കുടുംബം മുമ്പ് നേരിട്ട ചില സാഹചര്യങ്ങളും നേതാക്കൾ വിശദീകരിച്ചു. പച്ച നിറത്തിലുള്ള ലേസറാണ് രാഹുലിന്റെ ശരീരത്തിൽ പതിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് 7 തവണ ലേസർ പതിച്ചത്. ലേസർ തോക്ക് ഉപയോഗിച്ച് ഉന്നം വെച്ചതാണിതെന്ന് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തലയിലാണ് ലേസർ പതിച്ചത്. 2 തവണ ചെന്നൈയിലും ലേസർ രശ്മി പതിച്ചു. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കൊലപാതക സാഹചര്യങ്ങളും കോൺഗ്രസ് നേതാക്കൾ കത്തിൽ വിശദമാക്കി. ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ സുരക്ഷ ശക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ലേസർ രശ്മികൾ പതിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരികയാണ്. ഈ വീഡിയോയും കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. വീഡിയോ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് നേതൃത്വം കാണിക്കുകയും ലേസർ തോക്കുകളിൽ നിന്നാണ് ഇത്തരം രശ്മികൾ പതിഞ്ഞതെന്ന് അവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സംഭവത്തിൽ തങ്ങൾ കടുത്ത ആശങ്കയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തണമെന്ന കാര്യവും കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.